അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യനെ കുറിച്ചായിരുന്നു. അപ്പോൾ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ക്വാളിറ്റേറ്റീവ് ആകുമ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ആ ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോറിലേഷൻ അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ് ആക്ച്വലി റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ബട്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ സമയത്തും വേരിയബിൾസ് എന്തായിരിക്കില്ല, റിപ്പീറ്റഡ് റാങ്ക്സ് വരുന്ന കേസുകളുണ്ടാവും. അതായത് ഇപ്പോൾ എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ വേരിയബിൾസിൻ്റെ വാല്യൂ എന്തായിട്ട് വരാം, റിപ്പീറ്റ് ചെയ്യാം. വാരിയബിൾസിൻ്റെ വാല്യൂ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ റാങ്കിലും എന്ത് വരും, റിപ്പീറ്റേഷൻ വരും. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യൻ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വിത്തൗട്ട് റെപ്പിറ്റേഷൻ ആയിരുന്നെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിത്ത് റെപ്പിറ്റേഷനാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് തന്നെ പറഞ്ഞിരുന്നു വിത്ത് റെപ്പിറ്റേഷൻ ആണെങ്കിൽ ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ഈ ഇക്വേഷൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണത്. അപ്പം ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും, ഇതായി കാണുന്നതായിരിക്കും അതിൻ്റെ ഇക്വേഷൻ. റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് വെൻ ദ റാങ്ക്സ് ആർ റിപ്പീറ്റഡ്. റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യുമ്പം റാങ്ക് കോറിലേഷൻ കോയിഫിഷ്യൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണിത്. ഓക്കെ, 1 - 6 ഇൻറ്റു സമ്മേഷൻ ഡി സ്ക്വയർ പ്ലസ് 1/12 ഇൻറ്റു m1 ക്യൂബ് മൈനസ് m1 പ്ലസ് 1/12 ഇൻറ്റു m2 ക്യൂബ് മൈനസ് m2 പ്ലസ് എക്സെട്ര. അതായത് ഈ m1 m2 എന്നൊക്കെ പറയുന്നത് റിപ്പീറ്റഡ് റാങ്ക്സ് ആണ്. m1 എത്ര പ്രാവശ്യം ഒരു റാങ്ക് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. m2 എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു റാങ്ക് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. റാങ്ക് റിപ്പീറ്റഡ് റാങ്ക് വെച്ചിട്ട് വാല്യൂസ് തന്നാൽ നമ്മൾ എങ്ങനെ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസ് ഓൾറെഡി തന്നിട്ടുണ്ട്, മാർക്ക് ഇൻ കോമേഴ്സും മാർക്ക് ഇൻ മാത്തമാറ്റിക്സും തന്നിട്ടുണ്ട്. അപ്പം വാല്യൂസ് നമുക്ക് അറിയാം. നമ്മളതിനെ ഒരു വേരിയബിളിനെ എന്തായിട്ട് എടുക്കുന്നു, എക്സ് എന്നും മറ്റേ വേരിയബിളിന് വൈ ആയിട്ട് എടുക്കുന്നു. അപ്പം നമുക്കറിയാം ഫസ്റ്റത്തെ വേരിയബിളിൻ്റെ വാല്യൂ 15, വൈൻ്റെ വാല്യൂ 40, 20, 30, 28, 50, പിന്നെ 12, 30, 40, 20, ഓക്കെ 60, 10, 20, 30, then 80, 60. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റാങ്ക് കൊടുക്കാം. എക്സിൻ്റെ റാങ്കുകൾ RX എന്നോ അല്ലെങ്കിൽ R1 എന്നോ കൊടുക്കാം. വൈൻ്റെ റാങ്ക്സ് RY എന്ന് കൊടുക്കാം. അപ്പോൾ ഹയസ്റ്റ് വാല്യൂവിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുമ്പോൾ 80 ആണ് ഇവിടെ ഫസ്റ്റ് റാങ്ക്. റാങ്ക് 1 കൊടുക്കുന്നത് 80-ക്കാണ്. പിന്നെ സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ 60-ക്ക് റാങ്ക് എന്ത് വരും, 2 വരും. പിന്നെ തേർഡ് ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ 40-ക്ക് റാങ്ക് 3 വരും. പിന്നെ ഫോർത്ത് ഹയസ്റ്റ് എന്ന് പറയുമ്പം പിന്നെ 40 കഴിഞ്ഞാൽ 28, 4 വരും. പിന്നെ അടുത്ത വാല്യൂ എന്ന് പറഞ്ഞാൽ 20 ആണ് വരുന്നത് ആക്ച്വലി 20. പക്ഷേ ഇവിടെ ഒരു 20 ഉണ്ട്, പിന്നെയോ ഇവിടെ ഒരു 20 ഉണ്ട്. രണ്ട് 20 എന്ന് പറഞ്ഞ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അവിടെ റാങ്ക് റിപ്പീറ്റ് ചെയ്യും സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മൾ നോക്കുക 1, 2, 3, 4 വരെയുള്ള റാങ്ക്സ് ഇവിടെ അസൈൻ ചെയ്തു. അടുത്ത് വരാൻ പോകുന്ന റാങ്ക് 5 ആണ്. ആക്ച്വലി ഇവിടെ രണ്ടാളുള്ളതുകൊണ്ട് 5 എന്ന് പറയുന്ന റാങ്കും 6 എന്ന് പറയുന്ന റാങ്കിലും റിപ്പീറ്റേഷൻ വന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ 5 + 6/2 അഥവാ 5-ൻ്റെയും 6-ൻ്റെയും റാങ്കുകളുടെ ആവറേജ് കാണാം, 5.5 എന്ന് കിട്ടും. അപ്പോൾ ഈ റാങ്ക് ഇതിനെ നമ്മൾ m1 എന്ന് കൊടുത്താൽ രണ്ട് വാല്യൂസിന് നമ്മൾ റാങ്ക് 5.5 കൊടുക്കാൻ പോകുന്നത്. ഇവിടെയും 5.5 ആണ് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെയും 5.5 ആണ് റാങ്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, അസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ
1 2 3 4 5 6 വരെയുള്ള റാങ്കുകൾ നമ്മളിവിടെ അസൈൻ ചെയ്ത് കഴിഞ്ഞു. 5.5 വന്നെന്നുണ്ടെങ്കിൽ 6 വരെ അസൈൻ ചെയ്തു. അടുത്ത ഇനി 6 കൊടുക്കാൻ പാടില്ല, 7 കൊടുക്കാൻ പാടുള്ളൂ. അടുത്ത റാങ്ക് ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 15 ആണ്. അവിടെ നമ്മൾ 7 കൊടുക്കും. ദ ലാസ്റ്റ് വാല്യൂ 12 ആണ്. അതിൻ്റെ റാങ്ക് എന്ത് കൊടുക്കും? 8 കൊടുക്കും. ഓക്കെ, അതുപോലെ തന്നെ റാങ്ക് ഓഫ് വൈ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ റാങ്ക്സ് കൊടുക്കാം. ഹയസ്റ്റ് വാല്യൂ എന്ന് പറയണത് ഇവിടെ 60 തന്നെയാണ് വരുന്നത് അല്ലേ. 60ൻ്റെ വാല്യൂ 1 ആയിരിക്കും. 1 എടുക്കുക, റാങ്ക് 1 കൊടുക്കുക. അടുത്തത് ദ നെക്സ്റ്റ് ഹയസ്റ്റ് 50 ആണ്. റാങ്ക് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അടുത്ത ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 40, റൈറ്റ്. 40ക്ക് റാങ്ക് നമ്മൾ 3 കൊടുക്കുന്നു. പിന്നെയോ അടുത്ത ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 30 ആണ്. പക്ഷേ 30ക്ക് എന്താണ്? 3 30കളുണ്ട്. ഇവിടെ ഒരു 30 ഉണ്ട്, ഇവിടെ ഒരു 30 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? 30 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ 1 2 3 റാങ്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് 4 + 5 + 6. ഓക്കെ, 4 + 5 + 6/3 എന്ന് പറഞ്ഞാൽ ആവറേജ് എന്ത് കിട്ടും? 5 കിട്ടും. അതായത് M2 ആയിട്ട് നമ്മൾ എത്ര വാല്യൂസിനാണ് 5 കൊടുക്കുന്നത്? 3 വാല്യൂസിനാണ് എന്ത് ചെയ്യണത്? 5 കൊടുക്കുന്നത്. 3 വാല്യൂസിന് 5 കൊടുക്കുന്നു. എവിടെയൊക്കെ? ഇവിടത്തുള്ള 30ക്ക് 5 ആണ്. പിന്നെ ഇവിടെയുള്ള 30ക്ക് എന്താണ്? 5 ആണ്. പിന്നെ ഇവിടെയുള്ള 30ക്ക് എന്ത് തന്നെയാണ്? 5 ആണ്. 4 5 6 ഓൾറെഡി അസൈൻ ചെയ്തു. അടുത്താക്ക് നമ്മൾ 7 ആണ് അസൈൻ ചെയ്യുക. ഇവിടെ 20ക്ക് 7 അസൈൻ ചെയ്യുന്നു. 10ന് വീണ്ടും 8 അസൈൻ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് റാങ്ക് എക്സിൻ്റെ റാങ്ക് കൊടുത്തു, വൈക്ക് എന്ത് കൊടുത്തു? നമ്മൾ റാങ്ക് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി ടേക്കൻ്റെ ഇത് കിടന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. കൂടി ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് നേരത്തെ ചെയ്ത പോലെ d² കാണണം. d² കാണാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ? rx - ry (²). ഓക്കെ, 7 - 3 4 4ൻ്റെ സ്ക്വയർ 16. 5.5 - 5 എന്ന് പറഞ്ഞാൽ 0.5 0.5ൻ്റെ സ്ക്വയർ 0.25 എന്നാണ് കിട്ടുക. ഓക്കെ, 4 - 2 2 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ് കിട്ടുക. 8 - 5 3 3ൻ്റെ സ്ക്വയർ 9. 3 - 7 4 സ്ക്വയർ 16. 2 - 8 6 6ൻ്റെ സ്ക്വയർ 36. 5ഉം 0.5ഉം 0.5ൻ്റെ സ്ക്വയർ 0.25. 1ഉം 1ഉം 0 0 1 നമ്മൾ ഡിഫറൻസ് 0. ഓക്കെ, ഇനി അതിൻ്റെ സമ്മ് കണ്ടാൽ നമുക്ക് എത്ര കിട്ടുക? കാൽക്കുലേറ്റർ വെച്ച് നോക്കിയാൽ 16 0.25 4 9 16 36 0.25 0. സമ്മേഷൻ ചെയ്താൽ 81.5 എന്ന് കിട്ടും. 81.5 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. d² വാല്യൂ 81.5. ഇനി ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, r = റോ എന്ന് എഴുതിയാലും r എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചില സ്ഥലത്ത് റോ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ +2 ടെക്സ്റ്റിൽ റോയാണുള്ളത്. ഓക്കെ, 1 - 6 ഇൻറ്റു സമ്മേഷൻ d² ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു 81.5 81.5 പ്ലസ് 1/12 ഇൻറ്റു ഫസ്റ്റ് m1ൻ്റെ വാല്യൂ കൊടുക്കുക. m1ൻ്റെ വാല്യൂ നമ്മൾ 2 ആണ് എടുത്തത്. അപ്പോൾ 2³ - 2 പ്ലസ് വീണ്ടും 1/12 ഇൻറ്റു അടുത്ത m2ൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3³ - 3. ഇവിടെ 2 റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഡിവൈഡഡ് ബൈ n³ - n അല്ലെങ്കിൽ n × n² - 1 എന്ന് അറിയാം. നമുക്ക് 8³ - 8 അല്ലെങ്കിൽ 8 × 8² - 1 ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആൻസർ എന്ത് തന്നെയായിരിക്കും? സെയിം ആയിട്ട് തന്നെ കിട്ടുക. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? 1 - 6 ഇൻറ്റു സമ്മേഷൻ എന്ന് പറഞ്ഞാൽ 81.5 പ്ലസ്
2³ എന്ന് പറഞ്ഞാൽ 8 8 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 6 6 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡ് ബൈ 12 0.5 പ്ലസ് 3³ എന്ന് പറഞ്ഞാൽ 27 27 മൈനസ് 3 24 ബൈ 12 24 ബൈ 12 2 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 8³ മൈനസ് 8 ചെയ്താൽ 504 എന്ന് കിട്ടും, which is equal to 1 മൈനസ് 6 ഇൻറ്റു 81.5 0.5 82 ആണ്, 82 2 84 ആണ്, 84 ഡിവൈഡഡ് ബൈ 504 എന്ന് കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 ഇൻറ്റു 84 504 6 ഇൻറ്റു 84 504 ഡിവൈഡഡ് ബൈ 504 504 ഡിവൈഡ് ബൈ 504 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. റാങ്ക് കോറിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു വേരിയബിൾസ് ആർ 0. അതായത് എക്സും വൈയും തമ്മിൽ നോ കോറിലേഷൻ ആണ്, അല്ലെങ്കിൽ 0 കോറിലേഷൻ ആണ്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ റോൻ്റെ വാല്യൂ എന്താ കിട്ടിയത് 0 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക വെൻ ദ വേരിയബിൾസ് ആർ വെൻ ദ വാല്യൂസ് ആർ റിപ്പീറ്റിംഗ്, വെൻ റിപ്പീറ്റഡ് റാങ്ക്സ് ആർ എക്സിസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യും, ഈ ഇക്വേഷനാണ് എന്ത് ചെയ്യുക യൂസ് ചെയ്യുക. ഈ ഇക്വേഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാം, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച്. ഇവിടെ ഇപ്പോൾ വേറൊരു വാല്യൂ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ M1 M2 കഴിഞ്ഞ് ഒരു M3 കൂടി വരും, വേറൊരു വാല്യൂ കൂടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ M4 വരും. അതിനനുസരിച്ച് ഈ ഇക്വേഷൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് എക്സെട്ര എന്നിട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കിട്ടും. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളത് നോക്കാം. നമ്മൾ എന്ത് ചെയ്തു, ആദ്യം കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, ആദ്യം കോറിലേഷൻ എന്താണെന്ന് പഠിച്ചു, കോറിലേഷൻ അനാലിസിസ് പഠിച്ചു. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കോറിലേഷൻ പഠിച്ചു അല്ലേ, ടൈപ്സ് ഓഫ് കോറിലേഷൻ പോസിറ്റീവ് നെഗറ്റീവ് ആൻഡ് സീറോ കോറിലേഷൻ. അത് കഴിഞ്ഞിട്ട് കോറിലേഷനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് പഠിച്ചു. നമ്മൾ രണ്ട് വേരിയബിൾ മാത്രമുള്ള തമ്മിലുള്ള കോറിലേഷൻ കാണണമെങ്കിൽ നമുക്ക് സ്കാറ്റർ ഡയഗ്രാം മെത്തേഡ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാറ്റർനെസ് നോക്കിയിട്ട് നമുക്ക് എന്ത് തരം റിലേഷൻഷിപ്പാണ് ആ വേരിയബിൾ തമ്മിലുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് നമ്മൾ പഠിച്ചു. അതായത് ആ ഒരു കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാല്യൂ വേണം. കോറിലേഷൻ എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ, ഒരു കോഎഫിഷ്യൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. അതിന് നമ്മൾ ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കോറിലേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. ആ വേരിയബിൾ നമ്മൾ റിലേഷൻ എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റാങ്ക് കോറിലേഷൻ പഠിച്ചു. റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ കോറിലേഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കായിരുന്നു റാങ്ക് കോറിലേഷൻ. അപ്പോൾ റാങ്ക് കോറിലേഷനിൽ നമ്മൾ 2 ടെക്നിക്ക്, അതായത് റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യുന്ന കേസും റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യാത്ത കേസുമായിട്ട് 2 റാങ്ക് കോറിലേഷനിലും നമ്മൾ എന്ത് ചെയ്തു, കോറിലേഷനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷനിൽ, ബിസിനസ്സിൽ, എക്കണോമിക്സിൽ, അഗ്രികൾച്ചറിൽ, മെഡിസിനിൽ, വെതർ ഫോർകാസ്റ്റിങ്ങിൽ, സ്പോർട്സിൽ, എല്ലാ സ്ഥലത്തും ഈ കോറിലേഷൻ അപ്ലൈ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് എവിടെയൊക്കെ വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ എഡ്യൂക്കേഷനിലാണെങ്കിൽ മാർക്സും സ്റ്റഡി ചെയ്യുന്ന അവേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെ അല്ലെങ്കിൽ കുട്ടികളുടെ വീട്ടിലെ ഇൻകവും അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന മാർക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിൽ സെയിൽസും അഡ്വർടൈസിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, നമുക്കറിയാം ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെ നമുക്ക് എക്കണോമിക്സിൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, റെയിൻഫോളും ക്രോപ്പ് ഈൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എവിടെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യണോ അവിടെയൊക്കെ നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും, കോറിലേഷന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ
ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഇതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പ്രെഡിക്ഷൻസ് നടത്താൻ പറ്റും, ഫോർകാസ്റ്റിങ്ങുകൾ നടത്താൻ പറ്റും. അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്താൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഡിമാൻഡ് സപ്ലൈ നമ്മളുടെ റിലേഷൻഷിപ്പ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഡിമാൻഡ് അതിനനുസരിച്ച് സപ്ലൈക്ക് അനുസരിച്ച് ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ പ്രൈസും ഡിമാൻഡ് നമ്മൾ റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്താൽ പ്രൈസിനനുസരിച്ച് ഡിമാൻഡിൽ മാറ്റം വരുത്താനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കും. അതുപോലെ റിസർച്ചിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽഡിൽ ഇതിനെന്തുണ്ട്, ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻ, ഡെഫിനറ്റ്ലി ലിമിറ്റേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കോറിലേഷൻ അനാലിസിസ് അല്ലെങ്കിൽ കോറിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് രണ്ട് വേരിയബിൾ തമ്മിൽ കോറിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അല്ല. അതായത് എക്സും വൈയും തമ്മിൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എക്സിൽ ചേഞ്ച് വരുന്നത് കൊണ്ട് വൈയിൽ ചേഞ്ച് വരുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല, ഇംപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് തമ്മിലൊരു റിലേഷൻ ഉണ്ട് എന്നുള്ളതേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. എക്സ് കാരണം വൈയിലൊരു ചേഞ്ച് ഉണ്ടാവുന്നു അല്ലെങ്കിൽ വൈ കാരണം എക്സിലൊരു ചേഞ്ച് ഉണ്ടാവുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പിന്നെയോ ഇറ്റ്സ് മെഷേഴ്സ് ഓൺലി റിലേഷൻഷിപ്പ്, ഒരു റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടി മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ക്വാളിറ്റി ഓഫ് ഡാറ്റ ഡിപ്പെൻഡ് ചെയ്യും. അതായത് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അത്ര ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും, ഇൻആക്യുറേറ്റ് ആയിരിക്കും, ഇൻഅപ്രോപ്രിയേറ്റ് റിസൾട്ട് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, കിട്ടുക. അതുപോലെ എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മാർക്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ലോവർ ആയിട്ടുള്ള മാർക്സ് കിട്ടുന്ന ആളുകളുണ്ടാവും, അതുപോലെ ഏറ്റവും ഹയർ ആയിട്ടുള്ള മാർക്കുകൾ കിട്ടുന്ന ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള മാർക്കുകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ എക്സ്ട്രീം വാല്യൂസ് എന്ന് വിളിക്കുക. ഇത്തരം എക്സ്ട്രീം വാല്യൂസ് ഈ കോറിലേഷൻ്റെ വാല്യൂവിന് എന്ത് ചെയ്യും, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോറിലേഷൻ എന്ന് പറയുന്നത് ലീനിയർ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനാണ് നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്തിട്ടുള്ളത് അല്ലേ. അതായത് ഇതിലൂടെ ലീനിയർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലീനിയർ പാറ്റേൺസ്, അതായത് ഒരു റേറ്റ് ഓഫ് ചേഞ്ച് സെയിം ആയിട്ടുള്ള രീതിയിലുള്ള ചേഞ്ചസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ലീനിയർ അല്ലാത്ത റിലേഷൻഷിപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അനലൈസ് ചെയ്യാനും നമുക്ക് കോറിലേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് മാർക്സ് സ്കോർ ചെയ്യാൻ എന്ത് ചെയ്യും, പറ്റും. ഓക്കെ, താങ്ക് യു.